നമ്മൾ കുറെ സൂപ്പർ ഹീറോസിനെ പറ്റി കേട്ടിട്ടുണ്ടാവൂലേ? ഈ കോമിക്ക് പറയുന്നത് നിഞ്ച, സൂപ്പർമാൻ, സ്പൈഡർമാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ടെക്നിക്കലി ഈ കാര്യങ്ങൾ പോസിബിൾ ആണോ? ഐ തിങ്ക് സ്പൈഡർമാനെ കൂട്ടി പോസിബിൾ ആയില്ലെങ്കിലും ഒരു നിഞ്ച പോലെയും പോസിബിൾ ആവുന്നതാണ് എന്റെ തോട്ട് പറയുന്നത്. റീസൺ എന്താണെന്ന് അറിയണ്ടേ? ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്ട്രെങ്ത് ഡെവലപ്പ് ആവുന്നതെന്നാണ് പറയുന്നത്. ഞാനോ നിങ്ങളോ ഭൂമിയിലെ ഒരടി പൊക്കത്തിന് ചാടാൻ ട്രൈ ചെയ്യുന്ന സ്ട്രെങ്ത് ഭൂമിയിനേക്കാൾ ഗ്രാവിറ്റി കുറഞ്ഞ് വേറെ ഗ്രഹത്തിൽ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചാടിയതിനേക്കാൾ ഉയരത്തിൽ നമുക്ക് അവിടെ ചാടാൻ കഴിയും. ഇത് തന്നെ നമുക്ക് തിരിച്ചു ചിന്തിച്ചു നോക്കാം. ഭൂമിയിനേക്കാൾ ഗ്രാവിറ്റി ഉള്ള വേറെ ഗ്രഹത്തിൽ ജീവിക്കുന്ന മറ്റു പലരും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ച സെയിം പ്രതിഭാസം തന്നെയായിരിക്കും അവർക്ക് സംഭവിക്കുക. എങ്ങനെയാണല്ലേ? ആ ഗ്രഹത്തിൽ ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിലുള്ള ജീവജാലങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ആ ഗ്രഹത്തിൽ ഒരടി പൊക്കത്തിന് അവർ ചാടാൻ ട്രൈ ചെയ്യുന്ന അതേ സ്ട്രെങ്ത് നമ്മുടെ ഭൂമിയിൽ വന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ കൂടുതൽ ഉയരത്തിൽ ഭൂമിയിൽ ചാടാൻ സാധിക്കും. ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും അവര്. മനുഷ്യരുടെ സ്ട്രെങ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് സൂപ്പർ പവർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മനുഷ്യരാൽ പോസിബിൾ ആവാത്ത കുറെ ആർക്കിടെക്ട് നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ചിലപ്പോ ഇതൊക്കെ ബിൽഡ് ചെയ്തത് അവരാണെങ്കിലോ? ഏലിയൻസ്. സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തേരെ. കൂടാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ.